ഏവർക്കും നമസ്കാരം. SN എഡ്യൂടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാഠഭാഗമായ ചരിത്രത്തിലേക്ക് എന്ന പാഠഭാഗമാണ്. ഒരു വിദ്യാലയത്തിൻ്റെ ചിത്രമാണ് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ പേജിൽ തന്നെ നമ്മൾ കാണുന്നത്. നിങ്ങളെല്ലാവരും വിദ്യാലയത്തിൽ പോകുന്ന കുട്ടികളാണല്ലോ അല്ലേ? ആ വിദ്യാലയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം അല്ലെങ്കിൽ അറിയാം അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ അറിയാം നോക്കൂ. പ്രധാന അധ്യാപകയുടെ അല്ലെങ്കിൽ പ്രധാന അധ്യാപകൻ്റെ പേര് അല്ലേ, HMൻ്റെ പേര്. പിന്നെയോ അടുത്ത എന്താണ്? കുട്ടികളുടെ എണ്ണം അല്ലേ? ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് ആ സ്കൂളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും അല്ലേ? അധ്യാപകരുടെ എണ്ണം, അധ്യാപകരുടെ പേരുകൾ, പിന്നെയോ ലൈബ്രറി, ലബോറട്ടറി, കമ്പ്യൂട്ടർ ലാബ് സൗകര്യം എന്നിവയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. പിന്നെയോ കളിസ്ഥലത്തിൻ്റെ ലഭ്യത, നമ്മൾ ഒഴിവു സമയങ്ങളിൽ ചെലവാക്കുന്ന കളിസ്ഥലത്തിൻ്റെ വലിപ്പം എത്രയാണ്, അല്ലെങ്കിൽ അത് ആ സ്കൂളിന് കളിസ്ഥലം ഉണ്ടോ അല്ലേ, അല്ലെങ്കിൽ ആ സ്കൂളിന് അനുസൃതമായ കളിസ്ഥലം തന്നെയാണോ എന്നെല്ലാം നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെന്താണ്? കെട്ടിടങ്ങളുടെ എണ്ണം, എത്ര കെട്ടിടങ്ങളാണ് നമ്മുടെ സ്കൂളിൽ ഉള്ളത് എന്ന് അറിയണം. പിന്നെയോ വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശം, അതെന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? ഏത് ജില്ലയിലാണ്? കേരളം എന്ന സംസ്ഥാനത്താണ്. പിന്നെ ഏത് ജില്ലയിലാണ് ഈ വിദ്യാലയം നമ്മുടെ സ്കൂളിൽ നിൽക്കുന്നത്? ഏത് താലൂക്കിലാണ്? ഏത് വില്ലേജിലാണ് അല്ലേ? പിന്നെ ഏത് പഞ്ചായത്തിലാണ്? ഇതിൻ്റെ കെട്ടിട നമ്പർ എന്താണ്? സർവേ നമ്പർ എന്താണ്? എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ആ വിദ്യാലയത്തെക്കുറിച്ച് അറിയണമെങ്കിൽ പഠിക്കേണ്ടതുണ്ട്. പിന്നെയോ ആ വിദ്യാലയം നിൽക്കുന്ന മുനിസിപ്പാലിറ്റിയാണോ, കോർപ്പറേഷനാണോ, പഞ്ചായത്താണോ അല്ലേ? അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ശേഖരിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ വിദ്യാലയത്തെക്കുറിച്ച് ഏറെക്കുറെ മനസ്സിലാവാൻ കഴിയൂ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിലുകൾ കളക്ട് ചെയ്യണം. എന്നാലാണ് നമ്മൾ പഠിക്കുന്ന വിദ്യാലയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും അല്ലേ? നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ? അടുത്ത് നോക്കൂ, കണ്ടെത്താം, രചിക്കാം അല്ലേ? ഇനി നോക്കൂ, വിദ്യാലയത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കണ്ടെത്തുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഇപ്പോൾ അല്ലേ, ഇന്ന് അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്കൂൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ശേഖരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം നമ്മൾ പറഞ്ഞത് അല്ലേ? ഇനി എന്താണ്? കുറച്ച് കാലം പുറകോട്ട് പോവുകയാണെങ്കിൽ നോക്കൂ, നമ്മളൊക്കെ പഠിക്കുന്ന സ്കൂള് നമ്മൾ പഠിക്കുന്ന വർഷമാണോ അവിടെ ഉണ്ടായത് അല്ലെങ്കിൽ സ്ഥാപിച്ചത്? ഒരിക്കലുമല്ല അല്ലേ? നമ്മൾ പഠിക്കുന്ന സ്കൂള് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മുതൽ അവിടെ സ്ഥിതി ചെയ്യുന്നതാണ് അല്ലേ? നമ്മുടെ അച്ഛനമ്മമാരും അവരുടെ മുതിർന്നവരും അവിടെ പഠിച്ചവരായിരിക്കാം ചിലപ്പോൾ അല്ലേ? ചില സ്കൂളുകൾ ചിലപ്പോൾ കുറച്ച് കാലമേ ആയിട്ടുണ്ടാവും, ചിലത് 100 വർഷം പഴക്കം, 150 വർഷം പഴക്കം വരെയുള്ള സ്കൂളുകളുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ സ്കൂളിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചു കാലം പുറകിലോട്ട് പോകേണ്ടതുണ്ട് അല്ലേ? ആ സ്കൂളിനെ കുറിച്ച് ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനി അതിലെന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്? ഈ ചരിത്രം പഠിക്കണമെങ്കിൽ, സ്കൂളിനെ കുറിച്ച് പഴയകാല ചരിത്രം പഠിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം? നോക്കൂ, വിദ്യാലയം ആരംഭിച്ച വർഷം എന്നാണ് എന്ന് നമുക്കറിയണം അല്ലേ? സ്ഥാപിച്ച വർഷം എന്നാണ് എന്നറിയണം. പിന്നെയോ മുൻകാല അധ്യാപകർ, അതായത് ഇപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ട്, ആ ടീച്ചർമാർക്ക് മുന്നേ അവിടെ പഠിപ്പിച്ചവരുണ്ട്, അതിനു മുന്നേ പഠിപ്പിച്ചവരുണ്ട് അല്ലേ? 10, 30, 35 വർഷം വരെയൊക്കെ ആ വിദ്യാലയത്തിൽ പഠിപ്പിച്ചവരുണ്ട്. നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരാവില്ല നിങ്ങളുടെ അച്ഛനെയോ അമ്മയോ അവിടെ പഠിപ്പിച്ചത് അല്ലേ? അവരുടെ മുതിർന്നവരെ പഠിപ്പിച്ചത് വേറെ അധ്യാപകരാവും. അപ്പോൾ നോക്കൂ, പ്രധാന അധ്യാപകൻ നമുക്ക് ഇപ്പോൾ ആരാന്നറിയാം, പക്ഷേ നിങ്ങൾ ചേരുന്നതിന് മുന്നേ അവിടെ പ്രധാന അധ്യാപകൻ ആരായിരുന്നു, അതിനു മുന്നേ ആ അധ്യാപകന് മുന്നേ വന്ന അധ്യാപകർ ആരായിരുന്നു എന്നീ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ അധ്യാപകരുടെ അവിടെ ജോലി ചെയ്ത അധ്യാപകരുടെ എല്ലാം പേരും വിവരങ്ങളും നമുക്ക് നേടേണ്ടതുണ്ട്. പിന്നെ എന്താണ്? പൂർവ്വ വിദ്യാർത്ഥികൾ. എന്താ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് മുന്നേ പഠിച്ചു പോയ, ആ വിദ്യാലയത്തിൽ പഠിച്ച് പോയ വിദ്യാർത്ഥികളെയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ 5ാം ക്ലാസ് വരെയാണ് ഉള്ളതെന്ന് വെക്കുക. അപ്പം നിങ്ങളിപ്പോൾ 5ാം ക്ലാസ്സിലാണ്.
അടുത്ത വർഷം നിങ്ങൾ 6ാം ക്ലാസ്സിലേക്ക് മറ്റൊരു വിദ്യാലയത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് മാറും, അല്ലേ? 10ാം ക്ലാസ് വരെയാണ് ഈ നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തിലെങ്കിൽ 10 കഴിഞ്ഞ് നിങ്ങൾ +1ലേക്ക് ചേരാൻ മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ സ്കൂൾ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് നിങ്ങൾ മാറും. മനസ്സിലായോ? അപ്പോൾ അവരുടെ ആ കുട്ടികളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കൂടി ശേഖരിച്ചാൽ നമുക്ക് പഴയകാല ചരിത്രം കുറേയൊക്കെ മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന് എന്താണ്? ആരംഭകാലത്തെ കെട്ടിടങ്ങൾ. എന്താ കെട്ടിടങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മളിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് മുറി അടങ്ങുന്ന ബിൽഡിങ്ങിനെയാണ് കെട്ടിടങ്ങൾ എന്ന് പറയുന്നത്, അല്ലേ? ആദ്യം ഈ സ്കൂൾ സ്ഥാപിതമായ സമയത്ത് നിങ്ങളിരിക്കുന്ന ഈ ക്ലാസ് മുറികളുടെ കെട്ടിടം അന്നുണ്ടായിരുന്നോ? നിങ്ങൾക്കറിയില്ല. പകരം അപ്പോൾ എന്ത് ചെയ്യണം? അതറിയാൻ വേണ്ടി എന്ത് ചെയ്യണം? അന്നത്തെ കാലത്തുള്ള രേഖകളും അന്ന് അവിടെ പഠിച്ചിരുന്ന മുതിർന്ന ആൾക്കാരോടും ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? അപ്പോൾ ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ കാലത്തുള്ള കെട്ടിടങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഇത്രയും ക്ലാസ്സുകൾ ഉണ്ടായിരുന്നോ? എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയേണ്ടതുണ്ട്. അടുത്ത എന്താണ്? പിൽക്കാലത്തുണ്ടായ മാറ്റങ്ങൾ. അതായത് നിങ്ങളുടെ വിദ്യാലയം ഒരു 50 കൊല്ലം മുന്നെയാണ് സ്ഥാപിച്ചത് എങ്കിൽ പിന്നീട് അവിടുന്ന് ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ ആദ്യം എന്തേ ഉണ്ടാവും? 1-2 കെട്ടിടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ചിലപ്പോൾ ഓലമേഞ്ഞ കെട്ടിടങ്ങളായിരിക്കും, അല്ലേ? പിന്നീട് അത് ഓടാക്കി മാറ്റിയിട്ടുണ്ടാവാം. പിന്നീട് അത് കോൺക്രീറ്റ് കെട്ടിടങ്ങളാക്കി മാറ്റിയിട്ടുണ്ടാവാം. ചിലപ്പോൾ വിദ്യാലയം തുടങ്ങുന്ന സമയത്ത് 2-3 ക്ലാസ് മുറികളെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ 10-50 ക്ലാസ് മുറികളുണ്ടാവും. അപ്പോൾ ഓരോ വർഷവും സ്ഥാപിച്ച ആ വർഷം മുതൽ ഓരോ വർഷവും വിദ്യാലയത്തിൽ വന്ന മാറ്റങ്ങൾ, പുരോഗതികൾ, കെട്ടിടങ്ങളായാലും അതായത് ഭൗതിക സാഹചര്യങ്ങളായാലും പിന്നെന്താണ് മറ്റു ഫർണിച്ചറുകളായാലും, അല്ലേ? ഏത് വിധത്തിലായാലും വിദ്യാലയത്തിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലേ? സ്ഥാപിച്ച വർഷം അന്ന് കാണുന്ന ആ കെട്ടിടങ്ങളോ സ്കൂളിൻ്റെ പരിതസ്ഥിതിയോ ആയിരിക്കില്ല ഇന്ന് ആ സ്കൂള് കാണുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ചരിത്രം നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ആ വിദ്യാലയത്തിന് വന്നിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ചരിത്രത്തെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനും വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയും. ഇനി നോക്കൂ, ഈ വിവരങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഇപ്പോൾ നമ്മുടെ സ്കൂളിനെ കുറിച്ചുള്ള വിവരങ്ങൾ എവിടെ നിന്നാണ് കിട്ടുക? ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഈ ദിവസം അല്ലെങ്കിൽ ഈ വർഷം അവിടുത്തെ പ്രധാന അധ്യാപകൻ ആരാണ് എന്നറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് സ്വമേധയാ നമുക്ക് മനസ്സിലാവും, ഇന്ന ടീച്ചറാണ് അല്ലെങ്കിൽ ഈ മാഷാണ് ഇവിടുത്തെ HM അല്ലെങ്കിൽ പ്രധാന അധ്യാപകൻ, അല്ലേ? പക്ഷേ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം മുന്നേ നിങ്ങൾ ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, അല്ലേ? അപ്പോൾ 10 കൊല്ലം മുന്നത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ഒരു 30 കൊല്ലം മുന്നേ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എവിടെ നിന്നാണ് വിവരങ്ങൾ കിട്ടുക? ഇനി ആ സ്കൂൾ സ്ഥാപിച്ച വർഷത്തെ വിവരങ്ങളാണ് നമുക്ക് ആ സ്കൂളിനെ കുറിച്ച് അറിയേണ്ടത് എന്ന് വെക്കുക. നമുക്ക് ആ വിവരങ്ങൾ എവിടെ നിന്നാണ് കിട്ടുക? നോക്കാം, അല്ലേ? നോക്കൂ, വിദ്യാലയത്തിൻ്റെ പേരെഴുതിയ ബോർഡുകൾ. നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലായിട്ട് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും, അല്ലേ? കല്ലിൽ കൊത്തിവെച്ചതോ അല്ലെങ്കിൽ പെയിൻറ് കൊണ്ട് എഴുതിയതോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയ ബോർഡുകൾ നമ്മുടെ സ്കൂളിൻ്റെ പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും. അതെല്ലാം വായിച്ച് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട്, അല്ലേ? ചിലപ്പോൾ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഇന്ന വർഷത്തിലാണ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്, ആ കെട്ടിടത്തിൻ്റെ പേരിതാണ് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും, ഈ ബോർഡുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. രണ്ടാമത് എന്താണ്? ചുവരിൽ പതിപ്പിച്ചിട്ടുള്ള ഫലകം. ഈ ഫലകം എന്നുദ്ദേശിച്ച് തന്നെയാണ് കോൺക്രീറ്റ് കൊണ്ടോ കല്ലിൽ കൊത്തിവെച്ചതായ കാര്യങ്ങളാണ് ഫലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലേ? അതായത് അന്നത്തെ കാലത്തെ ഈ ഒരു മാറ്റം പിന്നീടുള്ള കാലവും നമുക്ക് അറിയാൻ വേണ്ടി കൊത്തിവെച്ചതാണ് ഈ ഫലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ പല ഭാഗങ്ങളിലും കൊത്തിവെക്കപ്പെട്ട രേഖകൾ ഉണ്ടായിരിക്കും, അവയെ ഫലകങ്ങൾ എന്ന് പറയുന്നു. അത്തരം രേഖകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അന്നത്തെ കാലഘട്ടത്തെ, ആ ഫലകം പതിപ്പിച്ചിട്ടുള്ള കാലഘട്ടത്തെ വിവരങ്ങൾ കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ എവിടുന്ന? സ്കൂൾ ഡയറി. സ്കൂൾ ഡയറി എങ്ങനെയാണ് സ്കൂൾ ഡയറിയിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക? കുറച്ചു കാലം മുന്നേ സ്കൂൾ ഡയറി നിലനിന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയറിയുടെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ നമ്മുടെ സ്കൂളിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടാവാം, അല്ലേ? പിന്നെയോ സ്കൂളിൻ്റെ സവിശേഷതകളെക്കുറിച്ച്, നേട്ടങ്ങളെക്കുറിച്ച്, അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകരെക്കുറിച്ച്,
അല്ലേ? അവിടുത്തെ അന്നത്തെ ഭരണാധികാരികളെ കുറിച്ചിട്ട്. ഭരണാധികാരി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മാനേജ്മെന്റ് സ്കൂളുകളാണെങ്കിൽ അന്നത്തെ മാനേജർ ആരാണെന്ന്, അല്ലേ? പിന്നെയോ ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരൊക്കെയാണ്, അങ്ങനത്തെ അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് സ്കൂൾ ഡയറിയിൽ നിന്ന് മനസ്സിലാവും. കൂടാതെ കുട്ടികൾ എഴുതി വെച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അന്നത്തെ പഠനത്തിന് ഉപയോഗിച്ചിരുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെന്താണ് വാർഷിക സുവനീർ? എന്ത് ഈ സുവനീർ എന്ന് ഉദ്ദേശിക്കുന്നത് അറിയോ? മാഗസീൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാഗസീൻ? 5ാം ക്ലാസ്സിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചൊരു മാഗസീൻ തയ്യാറാക്കുക, പതിപ്പ്, അല്ലേ? നിങ്ങളുടെ സ്കൂൾ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികളും ഓരോ ഷീറ്റ് പേപ്പറിൽ തൻ്റെതായ കഴിവുകൾ ഉപയോഗിച്ച് കവിതയോ കഥയോ ചിത്രങ്ങളോ, അല്ലേ, എന്തെങ്കിലുമൊക്കെ കലാപരമായി ചെയ്തത് ആ 50 കുട്ടികളുടെയും കൂട്ടി ഒരു ബുക്കാക്കി മാറ്റുന്ന മാഗസീൻ എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരാണ് സുവനീർ. അപ്പോൾ അത് ആ സുവനീർ നോക്കുമ്പോഴും നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? അന്നത്തെ കാലഘട്ടത്തിൽ സ്കൂളിനെ കുറിച്ചും അല്ലെങ്കിൽ ആ പരിതസ്ഥിതിയെക്കുറിച്ചും അന്നത്തെ ആ പഠനാന്തരീക്ഷത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ഈ സുവനീർ സഹായിക്കും, അല്ലെങ്കിൽ മാഗസീൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തെന്താ? പഴയ ഹാജർ പുസ്തകങ്ങൾ. ഈ ഹാജർ പുസ്തകങ്ങൾ, അറ്റൻഡൻസ് രജിസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ടീച്ചർ ക്ലാസ്സിലേക്ക് വന്ന ഉടനെ എന്താ ചെയ്യുക? അറ്റൻഡൻസ് എടുക്കും. ഏതൊക്കെ കുട്ടികൾ അന്ന് വന്നിട്ടുണ്ട്, ആരെല്ലാം അന്ന് ലീവ് എടുത്തിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതാണ് ഏത്? അറ്റൻഡൻസ് രജിസ്റ്റർ, അല്ലേ? ഹാജർ പുസ്തകം എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു ഹാജർ പുസ്തകം നോക്കുമ്പോൾ നമുക്കന്ന് ആ മനസ്സിലാവുന്ന എന്താ? ആ വർഷം അല്ലെങ്കിൽ ആ ഒരു വർഷത്തിൽ എത്ര കുട്ടികൾ ആ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? പിന്നെയോ അതിൽ എത്ര കുട്ടികൾ ലീവ് എടുത്തിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഹാജർ പുസ്തകം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചരിത്രമാണ് പഠിക്കുന്നത്, അല്ലേ? ചരിത്രത്തെ ഇംഗ്ലീഷിൽ എന്താ പറയുക? ഹിസ്റ്ററി, അല്ലേ? ഈ ഹിസ്റ്ററി എന്ന പദം വന്നത് ഗ്രീക്ക് എന്ന ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിലെ ഹിസ്റ്റോറിയ, എന്താണ്? ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്ക് രൂപം കൊണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഗ്രീക്ക് പദമായ ഹിസ്റ്റോറിയയുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഗവേഷണം അല്ലെങ്കിൽ അന്വേഷണം, അല്ലേ? ചരിത്രം എന്താണ്? ഒരു അന്വേഷണം തന്നെയാണ്. അപ്പോൾ ഗ്രീക്ക് പദമായ ഹിസ്റ്റോറിയ എന്ന പദത്തിൽ നിന്നാണ് ചരിത്രം എന്ന ഇംഗ്ലീഷ് വാക്കായ ഹിസ്റ്ററി ഉണ്ടായത്. ഈ ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഹെറഡോട്ടസ്, അല്ലേ? നമ്മൾ ചരിത്രത്തെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഹെറഡോട്ടസ് എന്ന വ്യക്തിയാണ് ചരിത്രത്തിൻ്റെ പിതാവ്, അല്ലേ? ഫാദർ ഓഫ് ഹിസ്റ്ററി, ഹെറഡോട്ടസ്. അപ്പോൾ ചരിത്രാതീത കാലം, അല്ലേ? പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ, ചരിത്രാതീത കാലം. നോക്കൂ, നമ്മൾ വിദ്യാലയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് കൂടുതലും എന്താണ്? എഴുതി വെച്ച രേഖകളിൽ നിന്നാണ്, അല്ലേ? സുവനീർ, അറ്റൻഡൻസ് രജിസ്റ്റർ, ഹാജർ പുസ്തകങ്ങൾ, അഡ്മിഷൻ രജിസ്റ്ററുകൾ, ഡയറി, പിന്നെന്താണ് ഫലകങ്ങൾ അല്ലെങ്കിൽ ബോർഡുകൾ, അല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ? എഴുതി വെച്ചത് കൊണ്ടാണ് നമുക്ക് അതിലെ രേഖകൾ ഇന്ന് നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞത്. പക്ഷെ ഈ എഴുത്ത് വിദ്യ കണ്ടെത്തുന്നതിന് മുന്നേയും ഈ വിദ്യാലയം ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. എന്താ പറയുക, കുറച്ച് കാലം ഈ എഴുത്ത് വിദ്യയ്ക്ക് ശേഷമാണ് വിദ്യാലയം ഉണ്ടായത്. അതിന് മുന്നേ ഉള്ളൊരു വസ്തുവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രമാണ് പഠിക്കുന്നതെങ്കിൽ എന്തുണ്ടാവില്ല? എഴുത്ത് വിദ്യയുള്ള കാലഘട്ടം മുതലല്ല ഇന്ത്യ ഉണ്ടായത്, അല്ലേ? അതിനു മുന്നേ ഇന്ത്യയുണ്ട്, ആദിമ മനുഷ്യനുമുണ്ട്. അപ്പോൾ അവരെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ എവിടെ നിന്നാണ് അവർക്ക് അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള പഠനത്തിന് ആവശ്യമായ രേഖകൾ അല്ലെങ്കിൽ സ്രോതസ് എവിടെ നിന്ന് നമുക്ക് ലഭിക്കും? അന്ന് എഴുത്ത് വിദ്യ ഇല്ലല്ലോ, അല്ലേ? എഴുത്ത് വിദ്യ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള കാലഘട്ടമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതി വെച്ച കാര്യങ്ങളിൽ നിന്ന് അവരുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവും, അല്ലേ? അപ്പോൾ ചരിത്രാതീത കാലവും ചരിത്രകാലവും എന്ന രണ്ട് കാലം ഇവിടെയാണ് പ്രസക്തമാവുന്നത്, അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ട് എഴുത്ത് വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ചരിത്രാതീത കാലം, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത് എന്താ? അന്ന് എഴുത്ത് വിദ്യ ഇല്ല. എഴുത്ത് വിദ്യ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? അല്ലേ, നമ്മൾ പുസ്തകങ്ങൾ എഴുതില്ലേ, ഓരോ കാര്യങ്ങൾ എഴുതി വെക്കാറുണ്ട്. ആ എഴുത്ത് വിദ്യ അല്ലെങ്കിൽ അന്നത്തെ മനുഷ്യന് എഴുതാനുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ ലിപി ഉണ്ടായിരുന്നില്ല, അല്ലേ? അപ്പോൾ അത് ഏതാണ് കാലഘട്ടം? ചരിത്രാതീത കാലം. എഴുത്ത് വിദ്യ കണ്ടെത്തുന്നതിന് മുന്നേ ഉള്ള
കാലഘട്ടം. അപ്പോൾ അന്നത്തെ ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് എന്തുണ്ടാവില്ല? എഴുതി വെക്കപ്പെട്ട ഒരു രേഖകളും ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ ഇപ്പോൾ ചരിത്രാതീത കാലം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി ചരിത്രകാലം എന്തായിരിക്കും? ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത പേജിൽ പറയുന്നുണ്ട്. എന്താണ് ചരിത്രകാലം? എഴുതപ്പെട്ട രേഖകളുള്ള കാലത്തെയാണ് ചരിത്രകാലം എന്ന് പറയുന്നത്. അപ്പോൾ 2 കാലങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ചരിത്രകാലവും ചരിത്രാതീത കാലവും, അല്ലേ? ചരിത്രാതീത കാലം പറഞ്ഞാൽ ചരിത്രത്തിന് അതീതമായ കാലഘട്ടം, അല്ലേ? എന്താണ്? എഴുത്തുവിദ്യ ഇല്ലാത്ത കാലഘട്ടം ചരിത്രാതീത കാലഘട്ടം. എഴുത്തുവിദ്യ കണ്ടെത്തിയതിന് ശേഷമുള്ള കാലഘട്ടം ചരിത്ര കാലഘട്ടം. അപ്പോൾ ഈ ചരിത്ര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതോ അല്ലെങ്കിൽ അന്നത്തെ അന്വേഷണങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ സ്രോതസ്സായിട്ട് നമുക്ക് എന്ത് കിട്ടും? എഴുതി വെക്കപ്പെട്ട പുസ്തകങ്ങൾ ഉണ്ടായിരിക്കും, അല്ലേ? എഴുത്തുവിദ്യ കണ്ടെത്തിയതിന് ശേഷമാണ്. അപ്പോൾ ചരിത്രാതീത കാലത്തെ വിവരങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക, അല്ലേ? അന്നെന്താ കാരണം? അവരെ കുറിച്ച് എഴുത്തുവിദ്യ ഇല്ല, എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ ആ രേഖകൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? അന്നത്തെ മനുഷ്യർ നിർമ്മിച്ചതോ ഉപയോഗിച്ചതോ ആയ വസ്തുക്കളുടെ ശേഷിപ്പുകളിൽ നിന്നാണ് നമുക്ക് അവരെക്കുറിച്ചുള്ള വിവരണങ്ങൾ കിട്ടുന്നത്. എന്താ ഈ ശേഷിപ്പുകൾ? ഇപ്പോൾ ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നത് ഏതെങ്കിലും ഒരു വസ്തു, അല്ലേ? നമുക്ക് ഉദാഹരണമായിട്ട് അമ്പും വില്ലും, അല്ലേ? അന്നത്തെ ആദിമ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന, വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന അമ്പും വില്ലും അത് കാലങ്ങൾക്ക് ശേഷം, അല്ലേ, നമുക്ക് ലഭിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ കാലത്തിന് ശേഷം നമുക്ക് ചരിത്രകാലം വന്ന സമയത്ത് അത് ആ അമ്പും വില്ലും കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആദിമ മനുഷ്യൻ അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നു, അല്ലേ? അത് നിർമ്മിക്കാൻ അവർക്ക് അറിയാമായിരുന്നു, അതിൻ്റെ ഉപയോഗവും അവർക്ക് അറിയാമായിരുന്നു എന്നൊരു നിഗമനത്തിലെത്താൻ പറ്റും. അപ്പോൾ അതായത് ചരിത്രാതീത കാലത്തെ വിവരങ്ങളെല്ലാം നമുക്ക് ലഭ്യമാവുന്നത് ആ ആദിമ മനുഷ്യൻ അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അവർ നിർമ്മിച്ച വസ്തുക്കളോ അവരുപയോഗിച്ച് ആവശ്യമില്ലാതെ കളഞ്ഞ ശേഷിപ്പുകളോ അല്ലെങ്കിൽ ആ വസ്തുക്കളുടെ ബാക്കി ഭാഗങ്ങളോ കണ്ടെത്തിയതിൽ നിന്നാണ് നമുക്ക് ചരിത്രാതീത കാലഘട്ടത്തെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അന്നത്തെ കാലത്തെ വിവരങ്ങൾ ലഭ്യമാകാൻ നമുക്ക് എഴുത്തുവിദ്യ ഇല്ല. അവിടെ നിന്ന് കിട്ടുന്ന തെളിവുകൾ, അല്ലേ, ആ ആദിമ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉടനീളം അവർ ബാക്കി വെച്ച ശേഷിപ്പുകളുടെ കാര്യങ്ങളിൽ നിന്നുള്ള നിഗമനങ്ങളാണ് ചരിത്രാതീത കാലഘട്ടത്തെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 2 കാലഘട്ടത്തെ എന്ന് പറഞ്ഞത് ചരിത്രകാലവും ചരിത്രാതീത കാലവും. ചരിത്രാതീത കാലം പറഞ്ഞാൽ എഴുത്തുവിദ്യയ്ക്ക് മുന്നേ ഉള്ള കാലഘട്ടം, ചരിത്രകാലം പറഞ്ഞാൽ എഴുത്തുവിദ്യ നിലനിൽക്കുന്ന കാലഘട്ടം. ഇനി അടുത്തൊന്ന് നോക്കൂ, ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും, അല്ലേ? ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നോക്കൂ, ഓരോ കല്ലിനും പ്രത്യേകമായ ഒരു രൂപം കൊടുത്തിട്ടുണ്ട്. ഇനി എന്തിനു വേണ്ടിയാണ് ഈ കല്ലുകൾ അന്നത്തെ കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? ചരിത്രാതീത കാലത്താണ് കേട്ടോ, എഴുത്തുവിദ്യ കണ്ടെത്തുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിലെ ചിത്രമാണ് അന്ന് ഉപയോഗിച്ചിരുന്ന കല്ലുകളുടെ ചിത്രം. ഇനി ഇവർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണം എന്ന് പറയുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം? പ്രധാനമായിട്ടും മൃഗങ്ങളെ വേട്ടയാടാൻ അവർക്ക് ആയുധമായി ഉപയോഗിച്ചിരുന്നത് എന്താണ്? ഈ കൊത്തിയെടുത്ത കല്ലുകളാണ്, അല്ലേ? ഓരോന്നിനും പ്രത്യേക രൂപങ്ങളുണ്ട്. അവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അവർ ആയുധമാക്കിയത് അന്നത്തെ കല്ലുകളാണ് പ്രധാനമായിട്ടും. അപ്പോൾ കല്ലുപകരണങ്ങൾ അന്ന് ഉപയോഗിച്ചിരുന്നു, അല്ലേ? അത് ശില, അല്ലേ? അപ്പോൾ ശില എന്ന് പറയുന്നത് കല്ല് തന്നെയാണ്. അപ്പോൾ ചരിത്രാതീത കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുപകരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന് താഴെ ഒരു ചിത്രം നോക്കൂ. എന്താ? ദിംബേദ്ക ഗുഹാചിത്രങ്ങൾ, അല്ലേ? എന്താ ഈ ദിംബേദ്ക ഗുഹാചിത്രങ്ങൾ? ആ ഗുഹയുടെ ഉൾഭാഗങ്ങളിൽ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ എന്താ? ഒരു കുതിരയെ ഒരു വ്യക്തി കൊണ്ടുപോകുന്ന ചിത്രമാണ് കാണാൻ കഴിയുന്നത്, അല്ലേ? അപ്പോൾ ചരിത്രാതീത കാലത്ത് അവർക്ക് എന്താ? ചിത്രരചനയിലുള്ള ഒരു കഴിവ് നമുക്കിതിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്, അല്ലേ? കൊത്തി വയ്ക്കപ്പെട്ട ആ കുതിരയുടെ രൂപത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവർക്ക് ആ കുതിരയെക്കുറിച്ചും അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നതിനെക്കുറിച്ചും അവർക്കൊരു അറിവുണ്ടായിരുന്നു. അടുത്ത എന്താണ്? ഒരു യുദ്ധം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ്, അല്ലേ? അമ്പും വില്ലും കാണുന്നുണ്ട് അതിൽ, അല്ലേ? 3-4 പേര് മനുഷ്യൻ്റെ രൂപങ്ങളായിട്ടും കാണുന്നുണ്ട്. അമ്പും വില്ലും അവർ ഉപയോഗിക്കുന്ന വേട്ടയാടാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ആക്രമണങ്ങൾക്കുള്ള ഒരു ചിത്രമായിരിക്കാം, അല്ലേ? അപ്പോൾ ദിംബേദ്ക ഗുഹാചിത്രങ്ങൾ, ദിംബേദ്കയിലെ അവർ താമസിച്ചിരുന്ന ആ സ്ഥലത്ത് ദിംബേദ്കയിലെ
ഗുഹയിൽ അവർ ഒഴിവു സമയങ്ങളിൽ കൊത്തിവെക്കപ്പെട്ട ചിത്രങ്ങളാണിവ. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഭിംബേഡ്ക ഇന്നത്തെ മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭിംബേഡ്ക ഗുഹകൾ എന്ന് പറയുന്നത് ഇന്നത്തെ മഹാരാഷ്ട്ര സംസ്ഥാനത്താണ്. അതായത് വിന്ധ്യ മലനിരകളുടെ താഴ്വാരത്തിലാണ് ഈ ഭിംബേഡ്ക എന്ന ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അന്നത്തെ ആദിമ മനുഷ്യൻ ഗുഹകളിലാണ് താമസിച്ചിരുന്നത് എന്നൊരു വിവരം നമുക്ക് ഈ ഭിംബേഡ്ക ഗുഹയിലെ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. കലയെക്കുറിച്ച് ഏകദേശം അറിവ് അവർക്കുണ്ടായിരുന്നു. അവർ ചിത്രങ്ങൾ കൊത്തിവെക്കപ്പെട്ടിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, മൃഗങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ കുറച്ച് അവർക്കുണ്ടായിരുന്നു എന്നറിയാം. പിന്നെ അവരുടെ വാസസ്ഥലം എവിടെയായിരുന്നു, ഗുഹകളിലാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മധ്യപ്രദേശിലാണ് ഈ ഭിംബേഡ്ക പറയുന്ന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നോക്കൂ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചരിത്രകാലം അല്ലേ, ഇപ്പോൾ ഇത്രയും സമയം നമ്മൾ ചരിത്രാതീത കാലത്ത് വസ്തുക്കളാണ് കണ്ടത് അല്ലേ. കല്ലുകൾ, ഗുഹാചിത്രങ്ങളൊന്നും എഴുതി വെക്കപ്പെടാത്ത കാര്യങ്ങളാണ് അല്ലേ. നമുക്ക് നിഗമനത്തിലെത്തുന്നതാണ് നമ്മൾ ആ ചിത്രങ്ങളെയും ആ കല്ലുകളെയൊക്കെ. പക്ഷെ ഇനി ചരിത്രകാലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? ഒന്നാമതായി നോക്കൂ, പുസ്തകങ്ങൾ. എന്താ ചരിത്രകാലത്തിന് പ്രത്യേകം നമ്മൾ പറഞ്ഞു, എന്താ, എഴുത്തുവിദ്യ കണ്ടെത്തിയതിന് ശേഷമുള്ള കാലഘട്ടമാണ് ചരിത്രകാലം. അപ്പോൾ അതിലെ സ്രോതസ്സുകൾ, അതിൻ്റെ വിവരങ്ങൾ, ചരിത്രകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന സ്രോതസ്സുകളെയാണ് നമുക്ക് കാണുന്നത്. ഒന്ന് പുസ്തകങ്ങൾ വരാൻ എന്താ കാരണം, എഴുത്തുവിദ്യ കണ്ടെത്തിയിരുന്നു. പിന്നെന്താണ്, രണ്ടാമെന്താ, പഴയകാല നാണയങ്ങൾ. ആ നാണയങ്ങളിൽ എന്താണ്, ഓരോ രൂപങ്ങൾ കൊത്തിവെക്കപ്പെട്ടിരുന്നു അല്ലേ. ആ രൂപങ്ങൾക്കൊക്കെ ഓരോ അർത്ഥങ്ങളും അവർ നൽകിയിരുന്നു. അതിൽ എഴുത്തുവിദ്യയും ആ രൂപയുടെ മുകളിൽ പല ഭാഷകളിലുള്ള, അന്നത്തെ ഭാഷയിലുള്ള എഴുത്തുവിദ്യയെ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം കാണുന്നത് എന്താ, താളിയോലകൾ. എന്ത് ഈ താളിയോലകൾ? നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഈ താളിയോലകൾ എന്നൊക്കെ പറയുന്നത്. എന്താണ്, എഴുതി വെക്കപ്പെട്ട ഓലകളിൽ എഴുതി വെച്ചതാണ് ഈ താളിയോലകൾ എന്ന് പറയുന്നത്. ഈ എഴുത്ത് എന്തല്ല, നാശമായി പോവില്ല അല്ലേ, അല്ലെങ്കിൽ മാഞ്ഞു പോവില്ല. അതിനാണ് ഓലകളിൽ എഴുതിയിരുന്നത്. അന്ന് പേപ്പറിൽ എഴുതുന്നതിനേക്കാളും പ്രാമുഖ്യം കൊടുത്തിരുന്നത് ഓലകളിലുള്ള എഴുത്താണ്. നമ്മുടെ വീടുകളിൽ തന്നെ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയൊക്കെ അടുത്ത് ചോദിക്കുക, ജാതകങ്ങൾ, അവർക്കൊക്കെ ജാതകങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ആ ജാതകങ്ങൾ എന്തിനാണ് എഴുതിയിരിക്കുന്നത് നോക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ, ന്യൂ ജനറേഷൻ കാലഘട്ടത്തിലാണെങ്കിൽ ഇതെല്ലാം എന്താണ്, ബുക്കിലേക്കാക്കിയിട്ടുണ്ട്, പുസ്തകത്തിലേക്കാക്കിയിട്ടുണ്ട്, പേപ്പറുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ മുത്തശ്ശൻ്റെയൊക്കെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്ന ഒരു രേഖയാണ് ജാതകം എന്ന് പറയുന്നത്. ഈ ജാതകം എഴുതിയിരിക്കുന്ന എന്തിലാണ്, ഓലകളിലാണ്. അതൊരിക്കലും മാഞ്ഞു പോവില്ല. ഇതിനാണ് താളിയോലകൾ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, ശിലാലിഖിതങ്ങൾ. എന്താ ശിലാലിഖിതം എന്ന് ഉദ്ദേശിക്കുന്നത്? ശിലകളിൽ കൊത്തിവെക്കപ്പെട്ട രേഖകളെയാണ് ശിലാലിഖിതങ്ങൾ എന്ന് പറഞ്ഞത്. ശില പറഞ്ഞ കല്ല് അല്ലേ, കല്ലുകളിൽ കൊത്തിവെക്കപ്പെടും. പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വഴിയോരങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ വഴിയോരത്ത് ഇന്ന് അത് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. വലിയ വലിയ കല്ലുകളിലൊക്കെ വെച്ചിട്ടുണ്ടാകും ഓരോ കാര്യങ്ങൾ. ഈ ശിലാലിഖിതങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തിനറിയോ? രാജാക്കന്മാരുടെ കാലഘട്ടത്താണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത്. അവരുടെ രാജാവ് ഭരിച്ച കാലഘട്ടത്തെയും ആരാണ് ഭരിച്ചിരുന്നത് എന്നും അന്നത്തെ കാലഘട്ടം ഏതാ എന്നതൊക്കെ കൊത്തിവെക്കപ്പെടുന്ന ഒരു സമ്പ്രദായം അന്നുണ്ടായിരുന്നു. ഇന്ന് ലിഖിതങ്ങൾ എന്ന് പറയുന്നത് നിലനിൽക്കുന്നില്ല. ഇന്ന് അതിൻ്റെ മറ്റൊരു രൂപമായിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് സ്കൂളുകളിലോ അല്ലെങ്കിൽ ആശുപത്രികളൊക്കെ ഉദ്ഘാടനം ചെയ്യില്ല, റോഡൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് എഴുതി വയ്ക്കും അല്ലേ, ഇന്ന ദിവസം ഇന്ന മന്ത്രി അല്ലെങ്കിൽ ഇന്ന MLA ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. എന്താണ്, കോൺക്രീറ്റിൽ വാളിൽ പതിപ്പിച്ച എന്താണ്, ടൈലിലോ അല്ലെങ്കിൽ മാർബിളിലോ അല്ലെ, ടൈൽ അല്ലെങ്കിൽ മാർബിളിലായിരിക്കും കൂടുതലായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ പരുക്കനായ കല്ലുകളുടെ ഏതെങ്കിലും ഒരു രൂപത്തിൽ കൊത്തിവെക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയൊരു ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ഘാടന സമയങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു നൂല് വലിച്ചുകൊണ്ട് തിരശീല മാറ്റുമ്പോൾ അവിടെ കൊത്തിവെക്കപ്പെട്ട ഒരു രൂപമാണ് കാണാൻ കഴിയുക. മനസ്സിലാവുന്നുണ്ടോ? എഴുതപ്പെട്ട രേഖയുള്ള കാലം ചരിത്രകാലം എന്ന് നമ്മൾ പറഞ്ഞു. അതിന് താഴെ നോക്കൂ, ശേഷിപ്പുകൾ സംരക്ഷിക്കാം. എന്തായി ശേഷിപ്പുകൾ? കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ച് ബാക്കി വെച്ച കാര്യങ്ങളാണ് ശേഷിപ്പുകൾ എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്തിനാണ് ശേഷിപ്പുകൾ സംരക്ഷിക്കേണ്ട ആവശ്യകത എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മ്യൂസിയം കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് മ്യൂസിയം? മ്യൂസിയത്തിൽ പോയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുക?
നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പോയിട്ട് അല്ലേ. എന്താണ് പണ്ട് കാലത്തെ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ ബാക്കി ശേഖരങ്ങളാണ് അല്ലേ. ഇപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം, ഇപ്പോൾ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, അന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ തിരുവനന്തപുരത്തെ രാജ്യഭരണമുള്ള കാലഘട്ടത്തിലൊക്കെ രാജാവ് ഉപയോഗിച്ചിരുന്ന വെള്ളത്തിലൂടെ പോകുന്ന തോണി, അതൊന്നും അവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ. അന്നത്തെ ശിക്ഷാരീതികളെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ കാണാൻ കഴിയും. അന്നത്തെ രാജാവ് ഉപയോഗിച്ചിരുന്ന വണ്ടികൾ കാണാൻ കഴിയും. അന്നത്തെ കാലത്തിലെ സൈക്കിൾ ഏത് രൂപത്തിലാണെന്ന് കാണാൻ കഴിയും. അന്നത്തെ നാണയങ്ങൾ ഏതൊക്കെയെന്ന് കാണാൻ കഴിയും. അന്ന് ഉപയോഗിച്ചിരുന്ന വാളുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കത്തികൾ ഏതൊക്കെയാണ്, ചെറിയ ചെറിയ ആയുധങ്ങൾ ഏതൊക്കെയാണ് അല്ലേ. ഇതെല്ലാമാണ് മ്യൂസിയങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പഴയ കാലഘട്ടത്തിലെ ശേഷിപ്പുകൾ അല്ലേ. പഴയ കാലഘട്ടത്തിൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ പുതിയ രൂപങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പഴയ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് ശേഷിപ്പുകൾ ബാക്കി വെച്ച കാര്യങ്ങളെയാണ് മ്യൂസിയങ്ങളിൽ നമ്മൾ ഇന്ന് പ്രദർശിപ്പിക്കുന്നത് അല്ലേ. എല്ലാ മ്യൂസിയങ്ങളും ചരിത്രത്തിനെ കാണിച്ചു തരുന്നതാണ്, അല്ലെങ്കിൽ ചരിത്രത്തിലെ അവശേഷിപ്പുകളെ കാണിച്ചു തരുന്നതാണ് മ്യൂസിയങ്ങൾ എന്ന് പറയുന്നത്. ഇനി മ്യൂസിയങ്ങൾ സംരക്ഷിക്കപ്പെടണോ വേണ്ടയോ എന്നൊരു ചോദ്യമാണ്. വേണം അല്ലേ. കാരണം ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഈ 2020-2021 കാലഘട്ടത്തിൽ അല്ലേ. 20-ാം നൂറ്റാണ്ടിലാണ്, അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടൊക്കെ നമ്മൾ ഈ ഒരു ന്യൂ ജനറേഷൻ ഇതിൽ പോകുന്നുണ്ട്. പക്ഷേ ഒരു 30-ാം നൂറ്റാണ്ടൊക്കെ എത്തുന്ന സമയത്ത് ഈ 20-ാം നൂറ്റാണ്ടിലെയോ അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ടിലെയൊക്കെ കാലങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെക്കുറിച്ച് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെല്ലാം ഉപയോഗിച്ച് മാറ്റിവെക്കപ്പെട്ട ശേഷിപ്പുകളെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ സംരക്ഷിക്കാനുള്ളൊരു ഇടമാണ് മ്യൂസിയം എന്ന് പറയുന്നത്. നമ്മുടെ സർക്കാരുകൾ തന്നെ ഈ മ്യൂസിയത്തെ സംരക്ഷിക്കപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു 30th സെഞ്ചുറി 30th സെഞ്ചുറി 21-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഒരു 30-ാം നൂറ്റാണ്ടിൽ അന്നത്തെ കാലഘട്ടത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 20-ാം നൂറ്റാണ്ടിലൊക്കെ ഏത് തരത്തിലുള്ള മൊബൈൽ ഫോണുകളാണ് അല്ലെങ്കിൽ ആശയവിനിമയ ഉപാധികളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞതോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ മൊബൈലുകൾ ഏതെങ്കിലുമൊക്കെ എടുത്തു വെക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ? മ്യൂസിയങ്ങൾ എടുത്തു വെച്ചാൽ മാത്രമേ എന്ത് ചെയ്യൂ? 30th സെഞ്ചുറി അല്ലേ, 30-ാം നൂറ്റാണ്ടിലെ കുട്ടികൾക്ക് മനസ്സിലാവൂ 20-ാം നൂറ്റാണ്ടിലൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്ന മൊബൈലൊക്കെ ഇത്തരം ചെറിയ കാര്യങ്ങളായിരുന്നു. കാരണം 30-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ശാസ്ത്ര പുരോഗതി കാരണം ഈ മൊബൈൽ ഫോണുകളുടെയൊക്കെ രൂപവും ഭാവവും ഭൗതികമായ ഒരുപാട് മാറ്റങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ കൈവരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? അന്നത്തെ കുട്ടികൾക്ക് എന്ത് തോന്നും? അയ്യേ, ഇത്രയും ചെറിയ മൊബൈലാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് തോന്നാറില്ലേ? ഇപ്പോൾ പരുക്കൻ കല്ലുകൾ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് തന്നെ പഠിക്കുമ്പോൾ തോന്നുക അന്നത്തെ മനുഷ്യരൊക്കെ ഈ കല്ലുകൾ കൊണ്ട് എന്താ ചെയ്യുക അല്ലേ. പക്ഷേ അന്നത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടതൊക്കെ അതുകൊണ്ട് സാധിച്ചിരുന്നു എന്നാണ്. അതേപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നതെല്ലാം ഒരു 10-100 കൊല്ലം കഴിയുമ്പോൾ ചരിത്രത്തിലെ ശേഷിപ്പുകളായിട്ട് മാറും. മനസ്സിലായി? അപ്പോൾ മ്യൂസിയങ്ങളിൽ ഈ ചരിത്രത്തിൽ അവശേഷിപ്പിച്ച അല്ലെങ്കിൽ ശേഷിപ്പുകളാണ് അവിടെ സൂക്ഷിക്കുന്നത്. അത് നമ്മുടെ ചരിത്രത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയുമുണ്ട്. അതിൻ്റെ താഴെ നിന്ന് നോക്കൂ, ഒരു ചിത്രം കാണാം. എന്താണ്? പാലക്കാട് കോട്ട അല്ലേ. ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അല്ലേ. അല്ലെങ്കിൽ പാലക്കാട് പോണ സമയത്ത് അവിടെ പ്രസിദ്ധമായിട്ട് ഒരു കോട്ടയുണ്ട്, ടിപ്പു സുൽത്താൻ്റെ കോട്ടയാണെന്നാണ് നമ്മൾ പറയുന്നത്. ആ കോട്ടയെന്ന് കാണാം. എന്തിനാ? അതും ഒരു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട കോട്ടയാണ് അല്ലേ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതല്ല. ചരിത്രം എന്തൊക്കെയോ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് അതിനെ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ എപ്പോഴും അതിനെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഓരോ ബിൽഡിങ്ങുകൾ ഇല്ലാതാക്കുന്ന പോലെ ആ ഒരു കോട്ടയെ ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അതിൽ ചരിത്രമുറങ്ങുന്നതാണ് അല്ലേ. ഒരുപാട് ചരിത്രത്തെ, നമ്മുടെ കേരളവുമായും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ അവിടെ നമുക്ക് കാണാൻ കഴിയും അല്ലേ. അന്ന് ഉപയോഗിച്ചിരുന്ന പീരങ്കികൾ, അന്നത്തെ തടവറകൾ, ജയിൽ പുള്ളികളെ ഇട്ടിരുന്ന ജയിലുകൾ അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കോട്ടയുടെ ഉള്ളിലുള്ള പല കാര്യങ്ങളും അന്നത്തെ ചരിത്രത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അന്ന് ആ കോട്ടയ്ക്ക് ചുറ്റും ഒരു നദി അല്ലെങ്കിൽ വെള്ളക്കെട്ടുണ്ട്. ഈ വെള്ളക്കെട്ട് എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ പറയുമോ?
ശത്രുക്കളെ പെട്ടെന്ന് തന്നെ കോട്ടയ്ക്കുള്ളിൽ അകത്തേക്ക് പ്രവേശിക്കില്ല. കാരണം എന്താണ്, ആ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ വെള്ളക്കെട്ടിന് കുറുകെ ഒരു പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പാലം ഇന്നത്തെ കാലത്ത് അത് കോൺക്രീറ്റ് പാലമാക്കിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് കോൺക്രീറ്റ് പാലമല്ല, എന്താണ്, മാറ്റിവെക്കാൻ പറ്റുന്നതാണ്. അത് രാജാവ് അല്ലെങ്കിൽ ടിപ്പു സുൽത്താനൊക്കെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ ആ പാലം അവിടെ നിന്ന് മാറ്റിവെക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരാൾക്ക് ഈ ഒരു വെള്ളക്കെട്ട് ചാടിക്കടന്നുകൊണ്ട് കോട്ടയ്ക്കുള്ളിലേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളക്കെട്ട് അവിടെ ഉണ്ടാക്കിയത്. അങ്ങനെ ഒരുപാട് ചരിത്രം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഈ കോട്ടയ്ക്കുള്ളത് കൊണ്ടാണ് നമ്മളിന്ന് അതിനെ സംരക്ഷിക്കപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു ചരിത്ര സ്മാരകം കൂടിയാണ് ഈ ടിപ്പു സുൽത്താൻ്റെ കോട്ട. അപ്പോൾ പാലക്കാട് പോകുമ്പോൾ എല്ലാവരും അതൊന്ന് കാണുക. അടുത്ത് നോക്കൂ, അന്വേഷിക്കൂ കണ്ടെത്തും. അല്ലേ, പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായവുമായി ബന്ധപ്പെട്ട 3 ചിത്രങ്ങൾ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ എന്താണ്? കുടക്കല്ല്. അല്ലേ, ആദ്യത്തെ ചിത്രത്തിൻ്റെ പേരെന്താണ്? കുടക്കല്ല് എന്നാണ്. രണ്ടാമത്തെ എന്താണ്? മുനിയറ. മൂന്നാമത്തെ നന്നങ്ങാടി. അല്ലേ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് നോക്കാം. ഈ കുടക്കല്ല് എന്തിനാ അറിയാമോ? നോക്കൂ, ഈ ഒരു കൂൺ രൂപത്തിലാണത് കാണപ്പെടുന്നത്. അല്ലേ, ആ കുടക്കല്ല് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശവം സംസ്കരിക്കാൻ ഈ കുടക്കല്ലിന് താഴെയാണ് അവിടെ സ്ഥലം കണ്ടിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് കല്ലുകളും മണ്ണുകളും കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ ശവസംസ്കാരം നടത്തിയിരുന്നത്. അതിന് മുകളിൽ വലിയൊരു കല്ല് വെച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ ഈ ഒരു ശവം സംസ്കരിച്ചിട്ടുണ്ട് എന്ന് ഒരു രേഖപ്പെടുത്തൽ, അല്ലെങ്കിൽ ആ കല്ല് കണ്ടാൽ മനസ്സിലാക്കണം അവിടെ ഒരു ശവസംസ്കാരം നടന്നിട്ടുണ്ട് എന്നത്. അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് ഈ കുടക്കല്ല് എന്നറിയപ്പെടുന്നത്. ഒരു കുടയുടെ രൂപത്തിൽ തന്നെയാണ് ഈ കല്ലിന് താഴെയുള്ള ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, ശവസംസ്കാരം നടത്തുന്നത്. ഇനി അടുത്ത എന്താണ്? മുനിയറ. എങ്ങനെ മുനിയറയുടെ നിർമ്മാണം നോക്കൂ. 4 ഭാഗങ്ങളും കല്ല് കൊണ്ട് കെട്ടി മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അല്ലേ, അതിനുള്ളിലാണ് ഈ മൃതദേഹം അല്ലെങ്കിൽ ശവസംസ്കാരം നടത്തുന്നത്. അതിനും ഏറ്റവും മുകളിലായിട്ട്, കല്ലുകൾക്ക് മുകളിലായിട്ട് പരന്ന കല്ലുകൊണ്ട് ആ ഒരു പറയുന്നത് രൂപം, അല്ലെങ്കിൽ ആ 4 സൈഡ് കവചം തീർത്ത ആ ശവസംസ്കാരം നടത്തിയതിന് മുകളിൽ ഒരു കല്ല് വെച്ചുകൊണ്ട് അതിനെ മൂടുകയാണ്. ഇതിനെയാണ് പറയുന്നത്? മുനിയറ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എന്താണ്? നന്നങ്ങാടി. അല്ലേ, ഏറ്റവും കൂടുതൽ കേരളത്തിലേക്ക് പ്രശസ്തി നേടിയ അല്ലെങ്കിൽ കേരളത്തിലേക്ക് കണ്ടുവരുന്ന ഒന്നാണ് ഈ നന്നങ്ങാടി. ഈ നന്നങ്ങാടിയുടെ പ്രത്യേകത അറിയാമോ? മൃതശരീരം എന്ത് ചെയ്യും? വലിയൊരു ഭരണിയുടെ രൂപത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ ഭരണിയുടെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കും. മരിച്ചു കഴിഞ്ഞാൽ ഈ ഭരണിയുടെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ ഭരണി അതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ശവസംസ്കാര സമ്പ്രദായം അന്ന് നിലനിന്നിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അല്ലേ, അപ്പോൾ പ്രധാനമായിട്ടും 3 ശവസംസ്കാര സമ്പ്രദായം നമ്മളിപ്പോൾ പഠിച്ചത്. ഇത് കുടക്കല്ല്, മുനിയറ, നന്നങ്ങാടി. ഈ 3 സമ്പ്രദായവും നിലനിന്നിരുന്നതാണ്. ഇന്ന് അതിൻ്റെ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ നമ്മൾ ഈ ഒരു ശവസംസ്കാര സമ്പ്രദായം മാറ്റി ഈ ഒരു സമ്പ്രദായത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്ന ഒരു സമ്പ്രദായം മാറ്റിയിട്ടുണ്ട്. അല്ലേ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിലെ ആദ്യ വീഡിയോ ഭാഗത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഈ പാഠഭാഗം നല്ല രീതിയിൽ വിശദമായി പറയുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് സമയം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഈ പാഠഭാഗത്തെ 2 വീഡിയോകളിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ വീഡിയോ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക.